ഗുസ്തി മത്സരം. അല്ല സാറേ, സംഭവം എന്താണെന്ന് വെച്ചാല് സാറേ ഞാൻ സത്യം പറയാം. അപ്പൊ എനിക്ക് എന്താ പറഞ്ഞാല് നിങ്ങൾ നുണ പറയല്ലോ. ആരെങ്കിലും ഒരാൾ പറ. നമ്മൾ പറയാം. സാറേ, നല്ലപോലെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ കായില്ലാത്ത ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. യാത്രക്കാരുടെ കയ്യിൽ നിന്ന് കായ് കിട്ടുന്നതിന് പുറമെ ബസ്സിന്റെ ടയറിന്റെ മേലെയും ചില്ലിന്റെ മേലെയും ബസ്സിന് മുഴുവനായിട്ടും ഡ്രൈവറെ മൗത്തു ഇപ്പൊ പരസ്യം പതിപ്പിക്കുക. ഇതിനൊക്കെ പുറമെ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് സെസ്സും പിരിച്ച് എങ്ങനെയെങ്കിലും ഖജനാവിലേക്ക് ഒരു 10 പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ് ഡിപ്പോന്റെ മുന്നിൽ അവളെ ഗുസ്തി. പിന്നെ ഞാനോ? സാറേ, സസ്പെൻഷനായിട്ട് പെരേ കുത്തിരിക്കുമ്പോൾ പകുതിക്കായി കിട്ടുന്നത് നമ്മളെ ജീവനക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് അബദ്ധമാണേ സാറേ. സസ്പെൻഷൻ കിട്ടിയാൽ ഞങ്ങളെ പോലുള്ളവർക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഈ വെട്ടിപ്പ് നടത്തുന്നവർക്കൊന്നും അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ആരവിടെ വെട്ടിപ്പ് നടത്തി? നിങ്ങളല്ലാതെ നിർത്ത്. മണ്ടു പറയും. അതെങ്ങനെയാണ് മണ്ടു പറയല്? സീനിയോറിറ്റി ഞമ്മക്കല്ലേ, നമ്മളല്ലേ പറയണ്ടേ? എന്ത് പറഞ്ഞാലും ഒരു സീനിയോറിറ്റി. അതെ, ഈ സീനിയോറിറ്റിയുടെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളെയൊക്കെ സീനിയർ ആയിട്ട് ഇവിടുന്ന് റിട്ടയർഡ് ആയ ആൾക്കാരാണ് പരമേശ്വരേട്ടനും രാമൻ നമ്പൂരിയൊക്കെ. അവരുടെ സ്ഥിതി എന്താ? പെൻഷൻ കിട്ടാണ്ട് തേരാപാര നടക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് പെൻഷൻ കിട്ടേണ്ട ഒരു കാലം വരുമ്പോ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കാൻ ഞാൻ. ജൂനിയറും സീനിയറും. സാറേ, ഞാൻ ഇയാളുടെ സംഘടന ചേരാത്ത ദേഷ്യം കൊണ്ടാണ്. നിങ്ങളൊന്നും ഈ രാജ്യത്തല്ലേ ജീവിക്കണത്? ഇത് ഇവിടെ ഒന്നും അല്ലാന്ന്. പണ്ട് KSRTC എന്ന് പറഞ്ഞ നല്ല നല്ല സംഘടനകളുള്ള പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ഇന്നെന്താ സ്ഥിതി? സംഘടനകളുള്ള കട്ടപ്പുറത്താ ബസ് നിൽക്കണ പോലെ. സാറേ, ഞാൻ ആർക്കോ കൈക്കൂലി കൊടുത്തിട്ട് പ്രൈവറ്റ് ബസ്സുകാരെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്ന റൂട്ട് മേടിച്ചെന്ന് പറഞ്ഞാൽ സഹിക്കോ? സാറേ, ഇതാണ് സംഭവിച്ചത്. സാറ് പണ്ട് ടിക്കറ്റ് തിരുമറിന്റെ പേരിൽ സസ്പെൻഷൻ കിട്ടിയിട്ടേ തേരാപ്പാര നടന്ന സംഭവം നമ്മൾ പറഞ്ഞു കേട്ടിക്കണ്. ആ അനുഭവം കണ്ടുകൊണ്ട് നമ്മൾ പിന്നെ ഈ കമ്മീഷൻ മേടിക്കോ സാറേ? അല്ല സാറ് പറയും. അല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ KSRTC എന്ന് പറഞ്ഞ ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. മുങ്ങിക്കൊണ്ടിരിക്കണതല്ല, മുക്കിക്കൊണ്ടിരിക്കണത്. ഓ, സമ്മതിച്ചു. നിങ്ങളൊന്ന് പോവോ? പിന്നെ മോളിന്ന് വല്ല അന്വേഷണം വന്നു കഴിഞ്ഞാലേ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം വഴക്കുണ്ടായത് കുടുംബകാര്യത്തിനാണെന്ന് പറയണം. ഈ കുടുംബകാര്യം എന്ന് പറയാൻ ഓളെന്റെ കെട്ടിയോളാ. ഒന്ന് പോടോ, പുറത്തേക്ക് പാടി കാണിച്ചു തരാം. സാറേ, ഒന്നും അയാളോട് പറയുന്ന ചീത്ത വിളിക്കല്ലേന്ന്. വിളിച്ചു പറയുമ്പോ ഓർക്കണം. ഇതെന്തോ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട്. ജീവനക്കാർ തമ്മിൽ പരസ്പരം കടിച്ചു കീറിയും റൂട്ട് ബസ്സുകൾ 4 എണ്ണക്കാണ് ഒരു ദിവസം മുടങ്ങുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. എന്തോ പ്രശ്നങ്ങളുണ്ട്. ഹെഡ് ക്ലർക്ക് ശ്യാമളയില്ലേ, വണ്ടി ഇടിച്ച്. എവിടുന്ന്? നമ്മളെ ഗ്യാരേജിലോട്ട് ഒരു ബസ് തന്നത്തെ ഉരുണ്ട് വന്നാ ഇടിച്ചത്. ഓ സാറൊന്ന് ഭാഗം ഇങ്ങോട്ട്.